ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ള എല്ലാത്തിൻ്റെയും കൂടി നമുക്ക് കൂട്ടാൻ പറ്റിയ പെപ്പർ ചിക്കനാണ്. ചോറിനായാലും അപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും പത്തിരിക്കായാലും ഒരേപോലെ ചേർന്ന് പോകുന്ന ഒരു ഡിഷാണ് പെപ്പർ ചിക്കൻ. ഒരു വെറൈറ്റി രീതിയിലുള്ള ചിക്കൻ റെസിപ്പിയാണ്. മൺചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചിന്നച്ചട്ടിയിലോ വെക്കാൻ നോക്കുക. അപ്പോഴാണ് പെപ്പറിൻ്റെ ആ കറക്റ്റ് കളറിനകത്ത് കിട്ടുന്നത്. അപ്പോൾ റെസിപ്പി ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായ ശേഷം ഒരു 1/2 ടീസ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 2 സവാള, വലിയ 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കനുള്ള അളവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുത്തത് തക്കാളിയും പച്ചമുളകും, 2 തക്കാളിയും 2 പച്ചമുളകുമാണ്. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുക്കുന്നതിനൊപ്പം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, അതേപോലെ കുരുമുളക്, മല്ലിയില. ഈ 5 ഐറ്റംസും കൂടെ ചേർത്ത് അരച്ചെടുത്തത് 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു അളവ് പറയുകയാണെങ്കിൽ ഇപ്പം വെളുത്തുള്ളി ഒരു 1.5 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് പെരിഞ്ചീരകം, പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ നമ്മുടെ ഈ പെപ്പർ ചിക്കൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അരച്ച് ചേർത്തേക്കുന്ന ഈ കൂട്ടാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കുരുമുളകും അതുപോലെ മല്ലിയിലയും കൊണ്ട് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം സവാളയും തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യാം. ആദ്യം 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തത്, നല്ല പൊടിയല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ. കാരണം ആ ടേസ്റ്റ് അതേപോലെ കുരുമുളകിൻ്റെ ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടി ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് കേട്ടോ, കട്ട തൈര്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ചിക്കൻ ഇട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ, എന്നാലേ ആ മസാലയുടെ കറക്റ്റ് ടേസ്റ്റ് ചിക്കനിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പി കേട്ടോ. എല്ലാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിനായാലും കുറുമ വെക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അതിൽ മീഡിയം ഫ്ലെയിമിലും വെക്കരുത്, ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇളകി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ ഇറങ്ങിയ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ലാസ്റ്റായിട്ട് ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് മല്ലിയിലയും കൂടെ ലാസ്റ്റ് ഇതേപോലെ ചേർക്കുമ്പോൾ. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് മൺചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചിന്നച്ചട്ടിയിലോ ഒക്കെ വെക്കുമ്പോൾ ആ പെപ്പറിൻ്റെ കറക്റ്റ് കളറ് കിട്ടും കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്ക് ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ചീനച്ചട്ടിയിലാണ് വെച്ചത്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ടേസ്റ്റ് അപാര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്